നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ 20th വീക്കിൽ ജെൻഡർ കാർഡും കിട്ടിക്കഴിഞ്ഞ് പാർട്ടി പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഷീനിന്നാണ് ഓർഡർ ചെയ്തത്. നമ്മളെ പരിപാടിക്ക് എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിസാമിന് മാത്രം വർക്ക് ഉണ്ടായിരുന്നു, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ ബോയ്സ് ആൻഡ് ഗേൾസ് ടീമൊക്കെ ചെറിയ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കോമ്പറ്റീഷൻസിലും നമ്മളെ ബോയ്സ് ടീം തന്നെയായിരുന്നു ജയിക്കണ്ടായിരുന്നു. എൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു ബോയ് തന്നെയാണ് എന്നൊക്കെ. എന്താണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടായിരിക്കാം മേ ബി. പിന്നെ ഇവരെ ഫാമിലിയുടെ ജെനറ്റിക്സ് അങ്ങനെയാണ്, ഷെഫിക്കാൻ്റെ ഫുൾ ബോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മറ്റാളാണെങ്കിൽ ഗേൾ ടീമിൽ കയറും ചെയ്തു. എന്താ പേരിടുക എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നെയിം സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വിചാരിച്ച പോലെ പരിപാടി നടന്നു. മാഷാ അല്ലാ, കേക്കും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഓർഡർ ചെയ്താണ്. ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ പരിപാടിന്റെ മുന്നേ ഞാൻ എങ്ങാനും ഇത് അറിയോ അറിയാതെ, സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഗ്യാങ്ങിന്റെ ഉള്ളിൽ ഒരു സീക്രറ്റ് വർക്കൗട്ട് ആവില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും അറിയും. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേ ബി നിഹാലിന്റെ എഫേർട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പാർട്ടിന്റെ ടൈമിൽ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ബിക്കോസ് ആ പാർട്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. പരിപാടി കളറായി, അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ബോയ് ആയിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. എനിക്ക് അതിനേക്കാൾ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പാർട്ട്മെന്റ് താഴെയുള്ള കോട്ടിയാട്ടിലായിരുന്നു. പക്ഷെ വെതറും മോനെ ഒരു രക്ഷയില്ല, എല്ലാം പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞങ്ങൾ റിസപ്ഷനിസ്റ്റ് വന്ന് പറഞ്ഞു, ഇവിടെ ഒരു ഹാൾ ഉണ്ട്, നിങ്ങൾ അവിടെ സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും ഭയങ്കര കൈൻഡാണ്. ഇതായിരുന്നു കേട്ടോ ആ ഒരു ജെൻഡർ റിവീൽ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ലെറ്റർ. പിന്നെ നമ്മൾ നെയിം സജഷൻസിന്റെ ആ ഒരു പരിപാടിയിൽ വന്ന സജസ്റ്റഡ് നെയിംസ് ഒക്കെ വന്നിരുന്നു, വായിക്കലൊക്കെ ഇരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു. എന്നിവ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എടുത്ത് പരിപാടി അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മാഷാ അല്ലാ നല്ല കളറായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ February 14th ഒരു ബൊക്കയും ലെറ്ററൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടുള്ള ഒരു ടോക്കൺ ഓഫ് ഗിഫ്റ്റ് അങ്ങനെ വേണമെങ്കിലും പറയാം. ആൻഡ് ഞങ്ങൾ ഈ ഒരു ഡയമണ്ട് സ്റ്റെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു. ഇതെടുക്കാൻ വേണ്ടി നമ്മൾ അപ്റ്റൻ പാർക്കിലെ മലബാർ ഗോൾഡ് ഡയമണ്ട്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 23rd ഫെബ്രുവരിക്കാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ. ബിക്കോസ് യുകെയിൽ വന്ന ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് നൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.